എം എ ബേബിയെ CPM ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ 84 അംഗ കേന്ദ്ര കമ്മിറ്റി നിലവിൽ വന്നു. അതേസമയം കേന്ദ്ര കമ്മിറ്റി പട്ടികയ്ക്കെതിരെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള DL കാരാട് മത്സരിച്ചത് നേതൃത്വത്തെ ഞെട്ടിച്ചു. പുതിയ കേന്ദ്ര കമ്മിറ്റി പാനലിൽ 19 മലയാളികളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 30 പുതുമുഖങ്ങളും കമ്മിറ്റിയിൽ ഇടം നേടി. സാധാരണ നീക്കമായിരുന്നു കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പിലുണ്ടായത്. പുതിയ കേന്ദ്ര കമ്മിറ്റി പട്ടിക അംഗീകരിക്കില്ലെന്നും വോട്ടെടുപ്പ് വേണമെന്നും ആവശ്യപ്പെട്ട് UP-യിലെയും മഹാരാഷ്ട്രയിലെയും പ്രതിനിധികൾ നിലപാട് കടുപ്പിച്ചതോടെ നേതൃത്വമാകെ ഞെട്ടി. താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന് ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള DL കരാടാണ് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത്. ഉത്തർപ്രദേശ് സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്രയാണ് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട മറ്റൊരാൾ. ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കമ്മിറ്റികളിൽ നിന്നുമുള്ള 3 പേർ ആദ്യം മത്സരരംഗത്തേക്ക് എത്തിയെങ്കിലും നേതൃത്വത്തിന്റെ ഭീഷണിയിൽ 2 പേർ പിൻവാങ്ങി. DL കരാട് മത്സരരംഗത്ത് ഉറച്ചുനിന്നു. LDF കൺവീനർ TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലീഹ എന്നിവരാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുതുതായി കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. കേന്ദ്ര കമ്മിറ്റിയിൽ പിണറായി വിജയന് പുറമെ PK ശ്രീമതിക്കും മുഹമ്മദ് യൂസഫ് തരിഗാമിക്കും ഇളവ് നൽകിയിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ 4 പേരെ സ്ഥിരം ക്ഷണിതാവായും മുതിർന്ന നേതാക്കളായ മാണിക് സർക്കാർ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷ്ണി അലി, S രാമചന്ദ്രൻ പിള്ള, ബിമാൻ ബസു, ഹന്നാൻ മുല്ല എന്നിവർ കേന്ദ്ര കമ്മിറ്റി പ്രത്യേക ക്ഷണിതാവായും തീരുമാനിച്ചു. ജനം, ഡൽഹി.